അങ്ങനെ സിനിമയുടെ സാങ്കേതികമായ എൻ്റെ അറിവില്ലായ്മയെപ്പറ്റി എനിക്ക് നല്ല അറിവുണ്ടായപ്പോൾ പിന്നൊരു സിനിമ സംവിധാനം ചെയ്യുക എന്ന് പറയുന്നത് വേണ്ടാന്ന് തന്നെയായിരുന്നു എനിക്ക് തോന്നിയിരുന്നത്. എങ്കിൽ പോലും ആദ്യത്തെ സിനിമയിലൂടെ തന്നെ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു. പിന്നീട് അഭിനയിക്കാൻ പോകുന്ന സിനിമകളിലൊക്കെ എങ്ങനെയാണ് സംവിധായകർ ഷോട്ടുകൾ വെക്കുന്നതൊക്കെ ശരിക്കും പഠിക്കാൻ തുടങ്ങിയത് ഇങ്ങനെ ഒരു സംഭവം ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ്. വീണ്ടും ഒരു സിനിമ സംവിധാനം ചെയ്യണമെന്നുള്ള ആഗ്രഹം കൊണ്ടല്ല, ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇതുവരെയും സിനിമയിൽ ഇത്രയും സിനിമകളിലൊക്കെ വർക്ക് ചെയ്തിട്ടും ഇതൊന്നും മനസ്സിലാക്കാൻ ഞാൻ ശ്രമിച്ചില്ലല്ലോ. എനിക്ക് എളുപ്പത്തിൽ അത് അങ്ങനെ ഒരു തീരുമാനം എടുക്കാമായിരുന്നു, പഠിക്കാൻ ശ്രമിക്കാമായിരുന്നു. എന്തുകൊണ്ടത് ശ്രമിച്ചില്ല എന്നുള്ള ഒരു കുറ്റബോധം തന്നെയാണ് എനിക്കുണ്ടായത്. ഞാൻ തീവ്രമായ ശ്രമങ്ങൾ ശരിക്കും പറഞ്ഞാൽ പിന്നീട് രണ്ടാമതൊരു സിനിമ ചെയ്യാൻ വർഷങ്ങളെടുത്തതിൻ്റെ കാരണവും മറ്റൊന്നല്ല. അങ്ങനെ വർഷങ്ങൾ വടക്കുവൊക്കെ എത്തുന്നതിന് ശേഷം കാലങ്ങൾ കടന്നുപോയി. ഞങ്ങളൊരു സ്റ്റേജ് ഷോ ചെയ്യാൻ വേണ്ടിയിട്ട് ഗൾഫിലേക്ക് പോയി. ഗൾഫ് ഞാൻ ആദ്യം ഈ പരിപാടിയിൽ പറഞ്ഞിരുന്നു. 1987 ആദ്യമായിട്ട് ഞങ്ങൾ ഗൾഫിൽ പോയപ്പോൾ ആളുകളിങ്ങനെ സമ്മാനങ്ങളുമായിട്ട് വരുന്നതും മമ്മൂട്ടിയുടെ മുറിയിലൊക്കെ സമ്മാനങ്ങളുടെ കൂമ്പാരങ്ങൾ ഇങ്ങനെ കുമിഞ്ഞു കൂടിയതും ഇതിനെ പറ്റിയിട്ടൊക്കെ വിശദമായി ഞാൻ സംസാരിച്ചിരുന്നു. അതിനുശേഷം പലതവണ ഞങ്ങൾ ഗൾഫിൽ പോയിട്ടുണ്ട്. അങ്ങനെ ഓരോ തവണ ഈ സമ്മാനങ്ങളുടെയൊക്കെ എണ്ണവും കൂമ്പാരത്തിൻ്റെ വലിപ്പവും എല്ലാം ഇങ്ങനെ കുറഞ്ഞ് ആരും കാണാൻ തന്നെ വരാത്ത അവസ്ഥയിലേക്ക് ഗൾഫിലെ മലയാളികൾ മാറി. താരങ്ങളെയൊന്നും അവർക്ക് വലിയ പ്രശ്നമല്ലാത്ത രീതിയിൽ താരങ്ങൾ എന്താ എവിടെ നിന്ന് വരുന്നു എന്നൊക്കെയുള്ള ലൈനായി. അപ്പോൾ മാത്രമല്ല എൻ്റെ ഒരു ചെറിയ അനുഭവം, ഒരു യാത്രയിലുണ്ടായ ഒരു അനുഭവം, നേരെ ആദ്യത്തെ മലയാളികൾ മാറിയിട്ട് പിന്നെ മലയാളികൾ തിരിച്ചടിക്കുക എന്ന് പറയുന്ന ഒരു സംഭവം എനിക്കുണ്ടായി. അതായത് അയാളുടെ പേര് ജോ എന്ന് തുടങ്ങുന്ന ഒരു പേരാണ്. അതുകൊണ്ട് നമുക്ക് ജോസഫ് എന്ന് തൽക്കാലം വിളിക്കാം. കാരണം സംഗതി സത്യമായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ തൽക്കാലം വെളിപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല. അദ്ദേഹം ഒരു ഷോയ്ക്ക് വേണ്ടി ഞങ്ങൾ ചെന്നപ്പോൾ വേറൊരു സുഹൃത്ത് എന്നെ പരിചയപ്പെടുത്തിയതാണ്, ജോസഫിനെ. അപ്പോൾ ജോസഫ് വളരെ സൗഹൃദക്കാരനാണ്. എപ്പോഴും മുറിയിൽ വരും. നമ്മുടെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും എന്താ ഞാൻ വരണോ, എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങാൻ പുറത്ത് പോകണോ, കാറ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് എന്നൊക്കെ ജോസഫ് പറയും. അപ്പം ജോസഫ് വളരെ സരസമായി സംസാരിക്കുന്ന ആളും പെരുമാറുന്ന ആളുമാണ്. അപ്പോൾ മുറിയിൽ വരും, ചായ ഓഫർ ചെയ്യും, അദ്ദേഹം ചായ കുടിക്കും. അങ്ങനെ ഒരു തവണ ജോസഫ് എന്നോട് പറഞ്ഞു, നമ്മുടെ ഇന്ന് അൽ നാസർ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഷോ നടക്കുന്ന ഒരു ഹാളുണ്ട്, അവിടെ ഒരു 10 ടിക്കറ്റ് നമ്മുടെ ആളുകൾക്ക് വേണ്ടി ഒന്ന്. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ സുഹൃത്തും നമുക്ക് വേണ്ടി സൗകര്യങ്ങളും സഹായങ്ങളും ചെയ്യാൻ സന്നദ്ധനായി നിൽക്കുന്ന ആളും എന്ന നിലയിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം നമ്മൾ ചെയ്തു കൊടുക്കണമല്ലോ എന്നുള്ള ബോധത്തിൽ അങ്ങനെ ടിക്കറ്റുകളൊക്കെ ചിലപ്പം അറേഞ്ച് ചെയ്ത് കൊടുക്കും. അങ്ങനെ പലപ്പോഴും പല കാര്യങ്ങളും ചെയ്യും. അപ്പം പ്രോഗ്രാമെല്ലാം കഴിഞ്ഞ് വരാൻ നേരത്ത് അവിടുന്ന് അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് കുറച്ച് പൈസയൊക്കെ ഞാൻ സംഘടിപ്പിച്ച് വെച്ചു. ഏകദേശം എൻ്റെ കയ്യിൽ അന്ന് 2000 ദിർഹം എന്ന് പറഞ്ഞാൽ ഏകദേശം 20,000 രൂപ വരും. കുറേ സാധനങ്ങൾ വാങ്ങാനായിട്ട് എടുത്തു വെച്ചതാണ്. അപ്പം ഈ ജോസഫ് എന്നെ കൊണ്ടുപോകാനായി സാധനങ്ങൾ വാങ്ങിക്കാൻ ഷാർജയിലേക്ക് പോകാം. പ്രകാശ് എന്ന് പറയുന്ന കാഞ്ഞങ്ങാടുള്ള ഒരാൾ വർക്ക് ചെയ്യുന്ന മാനേജറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഷോപ്പിൽ ചെന്ന സാധനങ്ങൾ, ചില ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെയാണ് വാങ്ങാമെന്നായിരുന്നു തീരുമാനം. അങ്ങനെ ജോസഫ് ഒരു കാറുമായിട്ട് താഴെ വന്ന് മുറിയിലേക്ക് വന്നു. ജോസഫിനോട് ഞാൻ പറഞ്ഞു, ഞാൻ ഒന്ന് പെട്ടെന്ന് കുളിച്ച് റെഡിയാവാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കുളിച്ച് തിരിച്ചു വന്നു. ആ മേശ വലിപ്പിൽ നിന്ന് ഈ 2000 ദിർഹം ഞാൻ വെച്ചതെടുത്തു. ജോസഫ് മുറിയിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങിപ്പോയപ്പോൾ ഞാൻ പെട്ടെന്ന് വെറുതെ എത്രയുണ്ടെന്ന് ഒന്നുകൂടെ പരിശോധിക്കാനായിട്ട് നോക്കുമ്പോൾ അത് 1500 ദിർഹം മാത്രമേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഈ ജോസഫ് എന്ന് പറയുന്ന ആൾ മുറിയിലേക്ക് വരുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ എണ്ണീറ്റ് വെച്ചതാണ്. പിന്നെ ആ മുറിയിൽ വേറെ ഒരു മനുഷ്യനും വന്നിട്ടില്ല. അപ്പം വളരെ വ്യക്തമായ രീതിയിൽ നമുക്കറിയാം, എനിക്ക് മനസ്സിലായി അത് ജോസഫ് എന്ന് പറയുന്ന ആൾ എടുത്തതാണെന്നുള്ളത്. അത് എൻ്റെ ആദ്യത്തെ ഞെട്ടലായിരുന്നു. ഗൾഫിൽ ഒരു മലയാളി, കേരളത്തിൽ നിന്ന് പോയ ഒരു മലയാളിയുടെ 500 ദിർഹം എന്ന് പറഞ്ഞാൽ 5000 രൂപയാണ്. 5000 രൂപ എന്നെ സംബന്ധിച്ചോളം, ആരെ സംബന്ധിച്ചിടത്തോളം നിസ്സാരമായ കാശല്ല. പക്ഷെ ഞാൻ എങ്ങനെ ചോദിക്കും? ഒരു സുഹൃത്തായി
വളരെ സ്നേഹപൂർവ്വം ഇത്രയും ദിവസം ഒന്നിച്ചൊക്കെ പല കാര്യങ്ങൾക്കും കൂടെ വന്ന ഒരാളോട് ആ 500 ദിർഹം നിങ്ങൾ മോഷ്ടിച്ചോന്നോ അല്ലേ നിങ്ങൾ എടുത്തോന്നോ ചോദിക്കാനുള്ള ഒരു വൈമനസ്യം സ്വാഭാവികമായിട്ടും ഞാനൊന്നും വേണ്ടിയില്ല. ഞാൻ ആരോടോ ഈ സാധനം വാങ്ങാനുള്ള കാശിന് വേണ്ടി വേറെ ഏതൊരു മുറി ഇപ്പോൾ വരാമെന്നുണ്ട് കടം വാങ്ങിച്ചു ഒരാളുടെ കയ്യിൽ നിന്ന്. എന്നിട്ട് ജോസഫിൻ്റെ കൂടെ തന്നെ അയാൾ വന്നിരിക്കുകയാണല്ലോ. ഞാൻ ആലോചിച്ചു അയാൾക്കിപ്പം അങ്ങനെ തോന്നിയപ്പോൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടായതുകൊണ്ട് ചോദിച്ചാൽ ഞാൻ കൊടുക്കുമായിരുന്നു. പക്ഷേ അത് അയാൾ ചെയ്തില്ല. അദ്ദേഹമാണ് എടുത്തെന്നുള്ളത് 100% സത്യമാണ്. പിന്നെ ചില ആളുകൾക്ക് അങ്ങനെ ക്ലെപ്റ്റോമാനിയ എന്നൊക്കെ പറഞ്ഞ അസുഖമുണ്ട്. അതാണോ ഒന്നും പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ മാനിയ ഉണ്ടായിരുന്നെങ്കിൽ 2000 ദിർഹം എടുക്കാമായിരുന്നു. അപ്പോൾ ഇത് അറിയാതെ ഇത്രയും കയ്യിലേക്ക് പോരട്ടെ എന്നുള്ള ഒരു ലൈനാണ് എന്നുള്ളത് വ്യക്തമാണ്. എന്തായാലും ഞാനത് ചോദിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ജോസഫിൻ്റെ കൂടെ അതൊന്നും മിണ്ടാതെ കാറിൽ കയറി അങ്ങനെ ഷാർജയിലേക്ക് പോയി. അപ്പോൾ അന്നത്തെ ഫ്ലൈറ്റിന് തന്നെ തിരിച്ചു പോരേണ്ടിയിരുന്നത് കൊണ്ട് ഈ ഷോപ്പിലുള്ള മാനേജർ പ്രകാശിൻ്റെ അടുത്ത് ഈ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ട് പിന്നീട് എൻ്റെ മേൽവിലാസത്തിൽ അയച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ ഏർപ്പാട്. പ്രകാശൻ ഞാനുമായിട്ട് വളരെ സൗഹൃദമുള്ളതാണ്. അങ്ങനെ പൈസയും കൊടുത്ത് ഇത് എല്ലാം പാക്ക് ചെയ്തിട്ട് ജോസഫിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് അവിടുന്ന് ട്രാവൽ ഏജൻറ്റ് മുഖാന്തരം അങ്ങനെ കയറ്റി അയക്കാൻ അതിൻ്റെ റെസീറ്റും കാര്യങ്ങളൊക്കെ അപ്പോൾ ബില്ലുകളൊക്കെ ജോസഫിൻ്റെ കയ്യിലാണുള്ളത്. അങ്ങനെ ഞാനിങ്ങോട്ട് പോന്നു. ജോസഫ് അവിടെ ജോലി ചെയ്യുന്ന ആളാണ്. ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ പ്രകാശിൻ്റെ ഒരു ഫോൺ ഷാർജയിൽ നിന്ന് വരികയാണ്. ഞാൻ വീട്ടിലുള്ളപ്പോൾ പ്രകാശ് എന്നോട് ചോദിച്ചു, അല്ല നിങ്ങൾ സാധനങ്ങൾ കയറ്റി അയക്കണ്ട എന്ന് പറഞ്ഞോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല പറഞ്ഞിട്ടില്ല. അല്ല ജോസഫ് ഇവിടെ വന്നിരുന്നു, സാധനങ്ങൾ ഇപ്പം തൽക്കാലം നിങ്ങൾക്ക് ആവശ്യമില്ല, അതുകൊണ്ട് അന്ന് വാങ്ങിച്ച സാധനങ്ങളുടെ ആ പൈസ തിരിച്ചു വേണമെന്ന് പറഞ്ഞിട്ട് ജോസഫ് വന്നിരുന്നു. അപ്പോൾ കാര്യം വളരെ വ്യക്തമായല്ലോ. അപ്പോൾ എൻ്റെ കൂടെ ജോസഫ് വന്നിരുന്നു എന്നുള്ളത് കൊണ്ട് അപ്പോൾ പ്രകാശും ഞാനും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ പ്രകാശ് എന്നെ അവിടുന്ന് ഫോൺ ചെയ്തിട്ട് ഈ കാര്യം അന്വേഷിക്കും എന്നൊന്നും ജോസഫ് വിചാരിച്ചിട്ടില്ല. ഞാനുമായിട്ട് അത്ര അടുപ്പം പ്രകാശുമായിട്ട് ഉണ്ടെന്നുള്ളത് ജോസഫിന് അറിയാത്തത് കൊണ്ട് ജോസഫ് ചെയ്ത പരിപാടിയാണ്. എന്നുവെച്ചാൽ ഞാൻ വാങ്ങിച്ച സാധനത്തിൻ്റെ സാധനം വേണ്ട പൈസ ജോസഫിന് കൊടുക്കാൻ. പ്രകാശ് ഇത് ജോസഫിനോട് പറഞ്ഞു, അല്ല ഞാൻ വൈകുന്നേരം വരും, അപ്പോൾ നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് ആ സമയത്തിനിടയിലാണ് എന്നെ പ്രകാശ് വിളിക്കുന്നത്. അങ്ങനെ ആ പൈസയും കൂടി തട്ടാനുള്ള ഇദ്ദേഹത്തിൻ്റെ ശ്രമമായിരുന്നു. അതിൽ നിന്ന് ഇദ്ദേഹം തന്നെയാണ് എൻ്റെ മേശവലിപ്പിൽ നിന്ന് പണം എടുത്തത് എന്നുള്ളതിന് യാതൊരു സംശയമില്ലല്ലോ. ആ സാധനം പിന്നീട് പ്രകാശ് തന്നെ അയച്ചു തന്നു. പക്ഷേ ഒരു 2 ആഴ്ച കഴിഞ്ഞതിന് ശേഷം ഈ ജോസഫിൻ്റെ ഒരു ഫോൺ എനിക്ക് വരികയാണ്. എവിടെയാണുള്ളത്? ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ ഒരു സ്ഥലത്താണുള്ളത്. ആണല്ലേ, ഞാൻ അവിടെ വരുന്നുണ്ട്, എനിക്ക് നമുക്കൊന്ന് കാണാമല്ലോ എന്നൊക്കെ പറഞ്ഞ് ഫോൺ. അപ്പോൾ ഈ കാര്യത്തെ പറ്റിയിട്ട് പുള്ളി എടുത്ത് ഞാനൊന്നും ചോദിച്ചില്ല, പുള്ളി ഒന്നും പറഞ്ഞതുമില്ല. അങ്ങനെ ഒരു ദിവസം ഞാൻ താമസിക്കുന്ന ഹോട്ടലിൽ തിരുവനന്തപുരത്ത് പുള്ളി വരികയാണ്. വന്നിട്ട് ഒന്നും സംഭവിക്കാത്ത പോലെ എന്നോട് പറഞ്ഞു, ഞാനൊരു ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റിന് വേണ്ടി നിങ്ങളന്ന് വാങ്ങിച്ച സാധനം തൽക്കാലം കടയിൽ കൊടുത്തിട്ട് അതിൻ്റെ പൈസ എനിക്കൊരു ചെറിയ ബിസിനസ് അഡ്ജസ്റ്റ്മെൻറ്റിന് വേണ്ടി കുറച്ച് പൈസയുടെ ആവശ്യമുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു അത് ശരി, പിന്നെ പ്രകാശ് അത് പിന്നെ ഞാൻ നേരിട്ട് അയച്ചോളാമെന്ന് പറഞ്ഞു. അത് പിന്നെ പുള്ളി പൈസ തന്നില്ല. ഞാൻ പറഞ്ഞു അതെ, പ്രകാശ് ഒരു സ്വന്തമായിട്ടൊരു തീരുമാനം എടുത്തു. കാരണം അപ്പോൾ അത് ഈ മാതിരി കാര്യങ്ങൾ ചെയ്തിട്ട് അതിനകത്ത് പ്രത്യേകിച്ച് വിശേഷിച്ച് ഒന്നുമില്ല എന്ന് ഭാവിക്കാൻ കഴിയുന്ന അത്രയും വിരുതുള്ള ഒരു മലയാളി. അങ്ങനെ ആദ്യത്തെ യാത്ര കഴിഞ്ഞിട്ട് 2-3 യാത്രകൾക്ക് ശേഷം ഉണ്ടായിട്ടുള്ള എന്നുവെച്ചാൽ എല്ലാ മലയാളികളും ഇതേപോലെ ജോസഫിനെ പോലെ എൻ്റെ മുറിയിൽ വന്നിട്ട് ഗൾഫിലുള്ള മലയാളികൾ പൈസ മോഷ്ടിക്കുന്ന ആൾക്കാരാണെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ഇത് തികച്ചും അപ്രതീക്ഷിതമായ, നമ്മൾ പ്രതീക്ഷിക്കുന്നത് അവിടെയൊക്കെ ആളുകൾ അല്ലെങ്കിൽ ജോസഫിൻ്റെ ഒരു മട്ടും ഭാവമൊക്കെ കണ്ടു കഴിഞ്ഞാൽ സാമാന്യം നല്ല ഒരു അന്തസ്സായി ജീവിക്കുന്ന ഒരാളാണെന്ന് തോന്നുക. അദ്ദേഹത്തിൻ്റെ കയ്യിലൊക്കെ ഈ മാതിരി പരിപാടികളാണെന്നുള്ളത് ഒരു വിചിത്രമായ അനുഭവമായിട്ട് ഇപ്പോഴും ഓർമ്മയിലുണ്ട്.